വലിയ കൃപ അനുഭവിപ്പാനും ആ വലിയ കൃപ പ്രാപിപ്പാനും ദൈവം നമ്മെ വിളിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മഞ്ഞ് പോലെയും മഴ പോലെയും നദി പോലെയും നമ്മളിലേക്ക് ഒഴുകുന്ന ദൈവകൃപയും ദൈവത്തിൻ്റെ ദയയും ആ കർത്താവിൻ്റെ കൃപയുടെ സ്നേഹത്തിൻ്റെ തണലിൽ വന്ന് ഇരുന്ന് ഇന്ന് സന്തോഷിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ നിമിഷത്തിനായിട്ട് കർത്താവിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. എത്ര നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്, എത്ര വലിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഒരു നാളും കൈവിടത്തില്ലെന്ന് ഉറപ്പ് തന്ന് ശക്തി തന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ തന്നെ ഇന്ന് നിന്ന് നന്ദി പറയുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് ഒരു നിമിഷം കൂടെ എല്ലാ നാവും തുറന്ന് ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നും ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ വിടുതൽ മഹോത്സവത്തിൻ്റെ ഈ പകൽക്കാലം കർത്താവ് ഒരുക്കിയതോർത്ത് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വചനം, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവശബ്ദമാണ് കർത്താവ് നിങ്ങൾക്ക് തരുന്നത്. വ്യക്തിപരമായി കർത്താവ് നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നൊരു വചനം. ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങളെ ഓർപ്പിച്ച് ബലപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങി ഇരിക്കുവേൻ. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം മുഴുവൻ പറയാൻ കഴിയത്തില്ല. ഈ വചനത്തിൻ്റെ അകത്തുള്ള ദൈവശാസ്ത്രവും പറയാൻ പറ്റത്തില്ല. ഈ വചനത്തിലൂടെ ലഭിക്കുന്നൊരു ദൈവത്തിൻ്റെ ദൂത്, അതായിരിക്കും ഞങ്ങൾക്ക് പലപ്പോഴും പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലമോ അതിൻ്റെ ദൈവശാസ്ത്രമോ മറക്കുകയല്ല. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ച ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ കേട്ടില്ലേ? തകർന്നും ക്ഷീണിച്ചുമിരിക്കുന്ന ഒത്തിരി പേർക്കൊരു ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കോണ്ടസ്റ്റ് പറഞ്ഞില്ലെന്നോർത്ത് ആരും ഭാരപ്പെടരുത്. ഇതിൻ്റെ ദൈവശാസ്ത്രം പറഞ്ഞില്ലെന്നോർത്ത് ആരും ഭാരപ്പെടരുത്. മറിച്ച് ഇതിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം, അത് നിങ്ങളെ ഇന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരോട് സംസാരിക്കട്ടെ. പത്രോസ് സഭയോട് പറയുകയാണ്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവനോടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ നിങ്ങളോട് ഇടപെടുന്ന ഇതാണ്: യേശുവിനൊരു വ്യക്തി കണ്ടുമുട്ടിയാൽ, സുവിശേഷം ഒരു വ്യക്തി വിശ്വസിച്ചാൽ, യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നാൽ, യേശുവുമായിട്ടൊരു ബന്ധത്തിലേക്കൊരു വ്യക്തി വന്നാൽ, അവൻ്റെ ജീവിതം മുഴുവൻ പ്രത്യാശ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. യേശുവുമായിട്ട് അടുക്കും തോറും നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ലഭിക്കുകയാണ്. ആമേൻ. ലോകം മനുഷ്യനോട് സംസാരിച്ചാൽ, സമൂഹത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്തിന് ന്യൂസ് പേപ്പറുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് നിരാശകൾ കൊണ്ട് നമ്മളങ്ങ് നിറയുകയാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, പരിശുദ്ധാത്മാവുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളം മുഴുവൻ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് തുളുമ്പുകയാണ്. കാരണം നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തെ കർത്താവ് പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ആമേൻ. നാളുകളെക്കുറിച്ച് ഭയങ്കര നിരാശയിലിരിക്കുന്ന ചിലരുണ്ട്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എങ്ങനെ മുൻപോട്ട് പോകുമെന്നൊക്കെ ഓർത്ത് ആകുലപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുക. നിങ്ങളോടാണ് കർത്താവ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളോടാണ് കർത്താവ് ഇടപെടുവാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു നാളുകളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളുടെ ജീവിതം ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും നാളെ, ഇന്നത്തേക്കാൾ അനുഗ്രഹമായിരിക്കും നാളെ.
ഇന്നത്തേക്കാൾ ഉയർച്ചയായിരിക്കും നാളെ, ഇന്നത്തേക്കാൾ ആരോഗ്യമുള്ളതായിരിക്കും നാളെ. കാരണം നിങ്ങളുടെ അകത്ത് യേശുവുണ്ട്, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളുടെ അകത്ത് ജീവൻ്റെ വചനമുണ്ട്. ആമേൻ. ദ്രവിക്കാത്ത ദൈവത്തിൻ്റെ വചനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നാളുകൾ കർത്താവ് തരുന്നു. ഈ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവരോട് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കാണുമ്പോൾ ജനത്തിന് ചോദിക്കാനുള്ളത്, എന്താ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നേ, എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ, എന്താ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നേ എന്നല്ല. കാരണം നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരാശ്ചര്യമാണ്, ഒരത്ഭുതമാണ്. കാരണം നിങ്ങളോട് അവർക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് താടിക്ക് കൈകൊടുത്തിരിക്കുന്നത്, എന്താ ദുഃഖിച്ചിരിക്കുന്നല്ല. മറിച്ച് നിങ്ങളെ കാണുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താ ഇത്ര വലിയ പ്രത്യാശ, നിങ്ങൾക്കെന്താ ഇത്ര വലിയ സന്തോഷം, നിങ്ങൾക്കെന്താണ് ഇത്ര വലിയ ആനന്ദം. അതിന് ഒരൊറ്റ ദൂതയുള്ളൂ. നമ്മുടെ പ്രത്യാശയുടെയും നമ്മുടെ ആനന്ദത്തിൻ്റെ കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സഹോദര സഹോദരി, മറന്നു പോകരുത്. പ്രശ്നങ്ങൾ ഒത്തിരി നിനക്ക് മുമ്പിലുണ്ടായിരിക്കാം, പ്രതിസന്ധികളൊക്കെ നിനക്ക് ഒത്തിരി മുമ്പിലുണ്ടായിരിക്കാം, ഒത്തിരി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിൻ്റെ മുമ്പിലുണ്ടായിരിക്കാം. പക്ഷേ നിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിപ്പുണ്ടാകും. നിങ്ങളുടെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ നാളുകളെക്കുറിച്ച് നിങ്ങൾക്ക് പുഞ്ചിരി തൂകാം, നിങ്ങൾക്ക് ആനന്ദിക്കാം, നിങ്ങൾക്ക് പാട്ടുപാടാം. കാരണം നല്ല നാളുകൾ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്ത്യ ജീവിതം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നാളുകൾ, ഭാവി എന്ന് പറയുന്നത് പ്രത്യാശയാണ്. നിൽക്കുന്നത് വിശ്വാസത്തിലും നാളുകൾ പ്രത്യാശയിലും നിറഞ്ഞൊരു ജീവിതം, സ്നേഹത്തിൽ കുതിർന്നൊരു ജീവിതമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൽ അടിത്തറയായി 3 കാര്യങ്ങളുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതൊരു നാളും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. നിൽക്കുന്നത് വിശ്വാസത്താലാണ്, നാളുകളെ കാണുന്നത് നിരാശയിലല്ല പ്രത്യാശയിലാണ്. ഇത് രണ്ടുമുള്ളത് കൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവിക ജീവിതം നിങ്ങൾക്കുണ്ട്. ഇന്ന് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. ഒരു മനുഷ്യർക്കും ഈ യേശുവിനെ മുട്ടാത്ത, യേശുവിനെയുമായിട്ടൊരു കൂട്ടായ്മ കിട്ടാത്ത ആർക്കും നാളുകളെക്കുറിച്ചൊരു പ്രത്യാശയില്ല. അവർക്ക് നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ്, നാളെ എന്തായി തീരുമെന്ന് ഓർക്കുമ്പോൾ വേദനയാണ്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞതാണ്. സ്തോത്രം. അത് കാരണം കർത്താവിൻ്റെ ഉറപ്പ് അങ്ങനത്തെ ഒരു ഉറപ്പാണ്. നമ്മളിപ്പോൾ ഇച്ചിരുന്നുമ്പോൾ പാടിയ മനോഹരമായ ഗാനം എത്ര മനോഹരമായ ഗാനമാണ്. അവിടെ പറയുന്ന വരികൾ കേട്ടോ: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ എൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടി നിന്നെ വിട്ട് മാറുകയില്ല. എല്ലാറ്റിനും മാറ്റമുണ്ട്, എല്ലാറ്റിനും നീക്കമുണ്ട്. പക്ഷേ എൻ്റെ ഉടമ്പടി മാറത്തില്ല, എൻ്റെ ദയ മാറത്തില്ല. സ്തോത്രം. അത് മാറാത്തതാണ്, അത് ജീവാവസാനം വരെ ഉള്ളതാണ്. ഞാൻ എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ എടുക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ. ഭക്തന്മാർ പറഞ്ഞ ചില വാക്യങ്ങൾ: ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, അവൻ ജീവ പര്യന്തം നമ്മെ വഴി നടത്തും. ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ, ചില പ്രത്യേക മാസങ്ങളിൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ ആമേൻ മാത്രം നിന്നെ പുലർത്തുന്ന ഒരു കർത്താവിനെ അല്ല നീ പിടിച്ചിരിക്കുന്നത്. ജീവ അവസാനം വരെയും നിന്നെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം ചെയ്യാം. 23-ാം സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായൊരു വാക്ക് ദാവീദ് പറഞ്ഞിരിക്കുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടെ ജോലി സാധ്യത മങ്ങുമ്പോൾ, അവർക്ക് പെൻഷൻ നിന്ന് കഴിയുമ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ ഭയമാണ്. ആര് കരുതും, ആര് നടത്തും, ആര് മുൻപോട്ട് പോകും? എന്നാൽ യേശുവുമായിട്ട് കണക്റ്റഡായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും: സ്തോത്രം, എൻ്റെ സഹായം ഇതല്ല, അതല്ല, അത് ഉയരങ്ങളിൽ നിന്ന് വരുന്നതാണ്, അതൊരിക്കലും അടഞ്ഞിട്ടില്ല, അതൊരു അടയാത്ത ഉറവയാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ആയുഷ്കാലം ഒക്കെയും നന്മയും കരുണയും എന്നെ പിന്തുടരും. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, സ്തോത്രം, നാളുകളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുക. യോശുവയോട് കർത്താവ് ഉടമ്പടി ചെയ്യുമ്പോൾ, അവനെ വിളിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്: നിന്റെ ജീവകാലത്ത് ഒരു പുരുഷന് നിന്റെ നേരെ നിൽക്കത്തില്ല. എത്ര നല്ല കർത്താവാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മാതാപിതാക്കൾ ആമേൻ
ചില തകർന്നിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. എൻ്റെ ആരോഗ്യം പോയി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കൈപിടിക്കാൻ ആരുമില്ല. നോ നോ, ആമേൻ. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കാവൽ നിൻ്റെ കൂടെയുണ്ട്. നീ തകർന്നു പോകയില്ല. സ്തോത്രം. മക്കൾ ചിലപ്പോൾ മാറിയേക്കാം, ആമേൻ. നോക്കേണ്ടവരൊക്കെ മാറി നിൽക്കാം. പക്ഷേ സ്തോത്രം, ഏലിയാവിനെ പോഷിപ്പിച്ച കർത്താവ്, സ്തോത്രം, അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഒരു അനാഥപ്രദമാകാൻ നീ അനുവദിക്കപ്പെടത്തില്ല. നീ ദൈവത്തിൻ്റെ കാവൽ അനുഭവിക്കാൻ പോകുകയാണ്, സംരക്ഷണം അനുഭവിക്കുവാൻ പോകുകയാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചിലരെ ചേർത്ത് പിടിച്ചാശ്വസിപ്പിക്കുന്നു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഈ നല്ല കർത്താവിനെയാണ് നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശപ്പെടേണ്ട കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ല നാളുകൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ വചനം ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്നവർ. ആമേൻ. സ്തോത്രം. ബൈബിളിലേക്ക് നിങ്ങൾ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്നാൽ ക്രിസ്ത്യ ജീവിതം മുഴുവൻ പ്രത്യാശ നിർഭയമാണ്. ഏറ്റവും സങ്കടപ്പെടേണ്ട സ്ഥലത്തും പ്രത്യാശയുള്ളവരാണ് ദൈവമക്കൾ. മനുഷ്യൻ്റെ ഏറ്റവും സങ്കടമുള്ളൊരു വിഷയം പ്രിയപ്പെട്ടവരുടെ മരണമാണ്. എന്നാൽ മരിച്ചു കിടക്കുമ്പോഴും അവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യാശയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആ വാക്ക് പറയുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രത്യാശയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ പ്രത്യാശയാണ്. നിങ്ങളുടെ ജീവിതം പ്രത്യാശയാൽ നിറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് നല്ല നാളുകൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യാശയാണ്. 1 കൊരിന്ത്യർ 15-19 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടരാണ്. നമുക്ക് ഈ ആയുസ്സിൽ മാത്രമല്ല പ്രത്യാശ, നമ്മുടെ പ്രത്യാശ അതിൻ്റെ അപ്പുറം നിത്യ യുഗങ്ങൾ വരെ നിലനിൽക്കുന്ന കാര്യങ്ങളിലും നാം പ്രത്യാശ വച്ചിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ, ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പ്രത്യാശയെ നിങ്ങൾ ഏറ്റുപറയണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നാളുകൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ആ കാര്യങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കർത്താവ് തരാൻ പോകുന്നത്, ആ പ്രത്യാശയെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 23-ന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹോ സ്തോത്രം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ആമേൻ. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ആമേൻ, സ്തോത്രം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭകാലം, നിങ്ങൾക്കൊരു ശുഭകാലമുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭകാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ കേൾവിയിലുള്ള ഒറ്റ കാര്യമാണ് പറയുന്നത്, നാളെ നീ തകരത്തില്ല, നാളെ നീ നശിക്കത്തില്ല, നാളെ നിൻ്റെ കുടുംബം ഒന്നുമില്ലാതാകത്തില്ല. നാളുകൾ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് നിനക്കുള്ളത്. പിശാച് പലപ്പോഴും നിൻ്റെ മുമ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്തായിത്തീരും നാളുകൾ, എങ്ങനെയായിത്തീരും നാളുകൾ. ആമേൻ. എനിക്കിഞ്ഞ് വയസ്സ് ചെന്നാൽ ഞാൻ എന്തായിത്തീരും, എൻ്റെ മക്കളൊക്കെ ഇനി വിദേശത്ത് ജോലികൾ തേടിപ്പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്തായിത്തീരും. സ്തോത്രം. നാളെ എൻ്റെ കുഞ്ഞ് വളർന്നു വന്നാൽ എന്തായിത്തീരും, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരും. നോ, ഇന്ന് കർത്താവ് പറയുന്നു, ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും നാളുകൾ, ഇന്നത്തേക്കാൾ അനുഗ്രഹമായിരിക്കും നാളുകൾ. നിൻ്റെ ജീവിതം അത്ഭുതമാകുന്നു. കാരണം നീ മുഴുവൻ പ്രത്യാശയാൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 2-3 വാക്യങ്ങൾ അതിപ്രധാനമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉറപ്പ് നൽകുന്നത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ ദൂത് ഒന്ന് ശ്രദ്ധിക്കണം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലെ ഒരു വചനം എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ആ 31-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 17-ാമത്തെ വാക്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്ക്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും കർത്താവ്
വ്യക്തിപരമായിട്ട് ഈ ദൂത് പറയുകയാണ്, നിന്റെ ഭാവിയെക്കുറിച്ച് ആമേൻ എനിക്ക് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. ചിലപ്പോൾ നിനക്കില്ലായിരിക്കാം, നിന്റെ നാട്ടുകാർക്കില്ലായിരിക്കാം, വീട്ടുകാർക്കില്ലായിരിക്കാം, സ്തോത്രം, കുടുംബക്കാർക്കില്ലായിരിക്കാം, പ്രിയപ്പെട്ടവർക്കില്ലായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവ് ഉറപ്പിച്ച് പറയുന്നു, ആർക്കുമില്ലെങ്കിലും ആമേൻ നിങ്ങളുടെ ഉടമസ്ഥന് ആമേൻ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് കർത്താവിന് ഇത്ര പ്രത്യാശയുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഇത്ര പ്രത്യാശയുണ്ടെന്ന് ദൈവം ഉറപ്പിച്ച് പറയുന്നത്? അതിൻ്റെ ആധാരം എന്താണ്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇരമ്യാ പ്രവചനം 31 സ്തോത്രം 3 വാക്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് പ്രത്യാശയുള്ളത്? അതിന് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഞാൻ നിന്നെ നിത്യമായിട്ട് സ്നേഹിച്ചിരിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വെറുക്കപ്പെട്ടവരല്ല, നിങ്ങൾ അറയ്ക്കപ്പെട്ടവരല്ല, നിങ്ങൾ മാറ്റപ്പെട്ടവരല്ല, നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരല്ല നിങ്ങൾ. മറിച്ച് നിത്യസ്നേഹത്താൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ചില നാളുകൾ മാത്രം നിങ്ങളെ സ്നേഹിക്കാനല്ല, ഏതെങ്കിലും ചില മാസങ്ങൾ മാത്രം നിങ്ങളെ സ്നേഹിക്കാനല്ല, ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് സ്നേഹം കൂടുവാനല്ല, മറിച്ച് നിത്യമായൊരു സ്നേഹം നിങ്ങളുടെ മേൽ കർത്താവ് വെച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, ചിലപ്പോൾ കർത്താവിന് വേണ്ടി വേണ്ട വിധത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, വേണ്ട വിധത്തിൽ കർത്താവിന് വേണ്ടി വേണ്ട വിധത്തിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, സുവിശേഷം പറയാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. സ്തോത്രം. അതുകൊണ്ടൊന്നും കർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞിട്ടില്ല. നിന്നോടുള്ള അവൻ്റെ സ്നേഹം നിത്യമാണ്, നിത്യമാണ്. കർത്താവിന് നിന്നോട് സ്നേഹമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആരൊക്കെയോ പറയുന്നു കർത്താവിന് എന്നെ ഇഷ്ടമല്ല, കർത്താവിന് എന്നോട് സ്നേഹമല്ല. നോ, അത് തെറ്റാണ്. അത് നിന്റെ ചിന്ത വെറുതെ പറയുന്നതാണ്, നിന്റെ മനസ്സ് വെറുതെ പറയുന്നതാണ്, നിന്റെ ബുദ്ധി വെറുതെ പറയുന്നതാണ്. അത് കള്ളമാണ്. വചനം പറയുന്നു, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരെല്ലാം കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ഈ ദൂത് കേൾക്കുന്നവരെല്ലാം കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവരാണ്. കർത്താവ് സ്നേഹിക്കുന്നവരാണ് ഈ ദൂത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത്. ആ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് അടുത്തൊരു വാക്ക് പറയുകയാണ്, സ്തോത്രം, ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എൻ്റെ ദയ നിന്നോട് ദീർഘമാക്കിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ ഫേവർ വീണൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ഈ വചനം കേട്ട്? അൺയൂഷ്വലായ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ വീണിരിക്കുന്നു. എൻ്റെ ദയ നിന്നിൽ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ദയ ലഭിച്ചവരെ നോക്കണം, അത് അസാധാരണമാണ്. ദയ ലഭിച്ചവരുടെ ജീവിതം നോക്കണം, അത് അസാധാരണമാണ്. ജോസഫിന് ദയ ലഭിച്ചവനാണ്. സ്തോത്രം. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ദയ ലഭിച്ച ഒത്തിരി പേരുണ്ട്. ആമേൻ. കാട്ടൊലിവായ നമ്മെ അവൻ മുറിച്ച് നാട്ടൊടിവിനോടുകൂടെ ഒട്ടിച്ചു. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ്. സ്തോത്രം. കപ്പലുകൾ തകർന്ന് ഒരു പലകയിൽ കിടന്ന് ആ മെലിത്ത ദ്വീപിലെത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പൗലോസിനും കൂട്ടരോടും അസാധാരണമായ ദയ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവൻ്റെ ദയ. അതുകൊണ്ട് ഇസ്രായേൽ ജനം എപ്പോഴും അവരുടെ പാട്ടിനകത്ത് ഈ വാക്ക് പറയുമായിരുന്നു, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദാവീദ് ആ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പാടുവാൻ വേണ്ടി തന്നെ 24 മണിക്കൂറും ഒരു കൂട്ടം വർഷിപ്പ് ലീഡേഴ്സിനെ അവിടെ ഒരുക്കി വെച്ചിരുന്നു. അവർ ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഇന്ന് ഈ ദൂത് ഞാൻ ആഴത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ദയ ലഭിച്ചവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഫേവർ ലഭിച്ച വ്യക്തിയാണ്. എത്ര പേർ അത് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറയുന്നു? ദൈവത്തിൻ്റെ ഫേവർ.
എന്ന് പറഞ്ഞാൽ പലയിടത്തും ചെല്ലുമ്പോൾ നീ ആ ദൈവത്തിൻ്റെ ദയ നീ അനുഭവിക്കാൻ പോകുകയാ. പലർക്കും അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. കാരണം നിനക്ക് ദൈവത്തിൻ്റെ ഫേവറുണ്ട്. പലർക്കും തുറക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. കാരണം നിനക്ക് ഫേവറുണ്ട്. അനേകർ നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കാര്യങ്ങൾ നിനക്ക് ദിവസങ്ങൾ കൊണ്ട് കിട്ടും. കാരണം നിനക്ക് ഫേവറുണ്ട്. നീ ചെല്ലുന്ന ഏതിടത്തും ദൈവത്തിൻ്റെ ഒരു ഫേവർ നിനക്കുണ്ട്. അനേകർ ഒത്തിരി കഷ്ടപ്പെട്ടും ഒത്തിരി അധ്വാനിച്ചുമൊക്കെ നേടിയെടുത്ത കാര്യങ്ങൾ നീ മിനിറ്റുകൾ കൊണ്ട് നേടിയെടുക്കും. കാരണം നിനക്ക് ഫേവറുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു, എൻ്റെ ഫേവർ, എൻ്റെ ദയ നിന്റെ മേൽ വന്നിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദയ ലഭിച്ച വ്യക്തിയാണ് നീ. ഓ ഹല്ലേലൂയ, ദയ ലഭിച്ച വ്യക്തിയാണ് നീ. ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ, ജീവിതത്തിൽ തകർച്ച വന്നപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞ വാക്കിതാണ്, ആമേൻ സ്തോത്രം, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം. കാരണം അവൻ കയറി പിടിച്ചത് ദൈവത്തിൻ്റെ ദയയിലാണ്. അതേ ദാവീദ് അടുത്തൊരു വാക്കിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ ദയ ജീവനേക്കാൾ വലുതാകുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ ജീവനേക്കാൾ വലുതാണ് നിന്റെ ദയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ആമേൻ, ദൈവം നിന്നെ നിത്യമായി സ്നേഹിച്ചിരിക്കുന്നു. 2, അവൻ്റെ ദയ നിന്നോട് ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ദയ നിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ അടുത്ത വാക്ക് പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ സ്നേഹം നിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട്, എൻ്റെ ദയ നിന്റെ മേൽ വെളിപ്പെട്ടത് കൊണ്ട്, ആ വാക്ക് കേട്ടോ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരും. വീണ്ടും അഗൈൻ, ഇനിയും ഇനിയും നീ അഭിവൃദ്ധി പ്രാപിക്കും. അതിൻ്റെ അടുത്ത വാക്ക് അവൻ ഉറപ്പിച്ചു പറയുകയാണ്, നീ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആ വചനം ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. വീണ്ടും നീ അഭിവൃദ്ധി പ്രാപിക്കും. എന്തൊക്കെയോ ഉയർച്ചകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കുറേ മാന്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചില രോഗങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില തകർച്ചകൾ നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അതൊക്കെ ഒരു മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന പോലെ പലതും ഒഴുകിപ്പോയി. എന്നാൽ കർത്താവ് നിന്നോട് വീണ്ടും പറയുന്നു, നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുകയാണ്. നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോകുകയാണ്. കാരണം നിന്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ, നിന്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. ഇന്നതൊരു ദൂതാണ്, ഇതൊരു ദൈവശബ്ദമാണ്. ചില നഷ്ടങ്ങൾ സഹിച്ചവർ ഈ ദൂത് കേൾക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന പലതും ഒഴുകിപ്പോയവർ ഇന്ന് ഈ ദൂത് കേൾക്കുകയാണ്. കർത്താവ് നിന്നോട് ഉറപ്പിച്ച് പറയുന്നു, നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. അതിൻ്റെ അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ പറയുന്നു, സ്തോത്രം, നീ ഇനിയും ചേലോട് തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനിയും, നീ ഇനിയും തപ്പെടുത്ത് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പുറപ്പെടും. ഇനിയും, എല്ലാം തീർന്നെന്ന് വിധി എഴുതിയ നിങ്ങളോട് കർത്താവ് പറയുന്നു, ഇനിയും. വീണ്ടും അടുത്ത വാക്ക്, ഇനിയും നീ തപ്പെടുത്ത് സ്തുതിക്കാൻ പോകുകയാണ്. നിന്റെ ആരാധനകൾ മടങ്ങി വരാൻ പോകുക, നിന്റെ പാട്ടുകൾ മടങ്ങി വരാൻ പോകുക, നിന്റെ സ്തുതികൾ മടങ്ങി വരാൻ പോകുക. നീ കർത്താവിനെ നോക്കി ആനന്ദിക്കാൻ പോകുക, നീ കർത്താവിനെ നോക്കി നൃത്തം ചെയ്യാൻ പോകുക. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കാൻ പോകുകയാണ്. നിന്റെ രട്ട അഴിച്ചവൻ സന്തോഷം ഉടുപ്പിക്കാൻ പോകുകയാണ്. കാരണം എന്താണ്? കർത്താവിൻ്റെ സ്നേഹം നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദയ നിന്റെ മേൽ നിരന്തരമാക്കിയിരിക്കുന്നു. അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ അടുത്ത വാക്ക് പറയുകയാണ്, അതിന് 5ാമത്തെ വാക്ക്, നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ, സ്തോത്രം സ്തോത്രം, കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുവീൻ, നാം സിയോനിലേക്കും നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്കും കയറിപ്പോകുക എന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരുന്നു. ഓ ഹല്ലേലൂയ! കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നിരാശയ്ക്ക് ഒരു തരി അവസരം കർത്താവ് തരത്തില്ല. ഞാൻ എപ്പോഴും ആ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു സത്യമായ കാര്യമാണ്. യേശുവിലൂടെ പിതാവ് നമുക്ക് നിരാശയുടെ ഒരു കണിക പോലും തരുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. യേശുവിലൂടെ പിതാവ് നമുക്ക് നിരാശയുടെ ഒരു കണിക പോലും തരുന്നില്ല, ഒരു കണിക പോലും തരുന്നില്ല. പ്രത്യാശ നൽകുന്ന ദൈവം.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത് നിങ്ങൾ തകരും, നിങ്ങൾ തളർന്നു പോകും, നീ ക്ഷീണിച്ചു പോകും, മടുത്തു പോകും, എല്ലാം തീർന്നു എന്ന് പറയാനല്ല. മറിച്ച് കർത്താവ് പറയുന്നു, നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും, നീ ഇനിയും തപ്പെടുത്ത് ആനന്ദിക്കും, നീ ഇനിയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും. കാരണം സ്തോത്രം, ദൈവം നിന്നെ നിത്യമായി സ്നേഹിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ദയ നിന്നോട് നിരന്തരമാക്കിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അതിൻ്റെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാം പറയുവാൻ സമയമില്ല, ഇത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. ലോകത്തിൽ പലർക്കും നാളുകളെക്കുറിച്ച് നോക്കിയിട്ട് ഭാരം നിറഞ്ഞിട്ട് നാളുകളെ അഭിമുഖീകരിക്കുവാൻ ശക്തിയില്ലാതായിട്ട് അവൻ ഒരു കയറിനകത്തും ഒരു വിഷക്കുപ്പിക്കകത്തും ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ നാളുകളെ നോക്കി നീ സന്തോഷിക്കുക, നീ പാട്ടുപാടുക, നീ സ്തോത്രം ചെയ്യുക. കാരണം നിന്റെ ഭാവിയെല്ലാം അവൻ്റെ ഉള്ളം കരത്തിലാണ്. നിന്റെ ഉയർച്ചയെല്ലാം അവൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. നീ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. നിന്റെ നിന്നെ അവൻ തൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് നിങ്ങൾക്ക് ആരാധന കൊടുക്കാം. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ അകത്ത് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നൊരു വാക്കാണ് ഇനിയും വീണ്ടും. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ഇനിയും എന്നൊരു വാക്കുണ്ട്. രണ്ട്, യേശുവിന് വിശ്വസിക്കുമ്പോൾ പകരം എന്നൊരു വാക്കുമുണ്ട്. ആമേൻ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഒരു വചനം വീണ്ടും പറയുന്നു, നിങ്ങൾ അതുകൂടെ കാണിക്കാം. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഇനിയും എന്നും, യേശുവിനെ വിശ്വസിക്കുമ്പോൾ പകരം എന്നൊരു വാക്കുമുണ്ട്. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിലേക്ക് വരുമ്പോൾ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. അതിൻ്റെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. അപ്പോൾ പകരം ലഭിക്കുന്നതാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ. പകരം, പച്ചവെള്ളത്തിന് പകരം അതേ സ്ഥാനത്ത് വീഞ്ഞ് ലഭിക്കുന്നത്. ലാസറിൻ്റെ കല്ലറയിൽ മരണത്തിന് പകരം ജീവൻ ലഭിക്കുന്നത്. തളർന്നു കിടക്കുന്ന 38 വർഷമായി തളർന്നു കിടക്കുന്ന ആ ബെഥെസ്ദ കുളക്കരയിൽ ആ കിടന്ന കട്ടിലെടുത്ത് ആനന്ദിക്കുന്നത്, പകരം കിട്ടുന്ന ജീവിതം. ഇവിടെ പറയുകയാണ്, ദുഃഖത്തിന് പകരം വെണ്ണീറിന് പകരം അലങ്കാരമാലയും. അടുത്ത വാക്ക് പറയുന്നു, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. സുവിശേഷം എവിടെ എത്തിയാലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. യേശുവിനെ ആര് വിളിച്ചപേക്ഷിച്ചാലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. അവിടെ പകരങ്ങൾ നടന്നിരിക്കും. അവർ എന്തായിരിക്കുന്നു അതിന് മാറ്റം സംഭവിച്ചിരിക്കും. അവിടെയാണ് വചനം വീണ്ടും പറയുന്നത്, ഞാൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കും, നിന്റെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കും. ഇന്നലകളെപ്പോലെ തുടരാൻ അനുവദിക്കത്തില്ല. ഇന്നലകളെപ്പോലെ മുൻപോട്ട് പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ടോട്ടലി കർത്താവ് ചേഞ്ച് വരുത്തിയിരിക്കും. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പറയും ഒരു മാറ്റവും സംഭവിക്കത്തില്ല, ഒരു ചേഞ്ചും നടക്കത്തില്ല എന്നൊക്കെ പിശാച് പറയും. അത് കള്ളത്തരമാണ്. നിന്റെ ജീവിതം മാറിയിരിക്കും. നിന്റെ ജീവിതം മാറിയിരിക്കും. കാരണം യേശു വന്നാൽ അത് ഇന്നലത്തെ പോലെ ഇരിക്കത്തില്ല. പകരം അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് പറയാണ്, അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന പ്രദേശങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളുടെ കേടുകൾ പോക്കുകയും ചെയ്യും. ആമേൻ. ദേശത്തിന് മാറ്റമുണ്ടാകും, വ്യക്തികൾക്ക് മാറ്റമുണ്ടാകും, പ്രകൃതികൾക്ക് മാറ്റമുണ്ടാകും, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ആമേൻ. യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ജീവിതം മാറ്റങ്ങളുടെ പരമ്പരയാണ്. നിങ്ങളത് വിശ്വസിക്കാം. ഇത് വെറും പ്രസംഗങ്ങളല്ല പ്രിയപ്പെട്ടവരെ.
ഇത് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ, നയവിശദീകരണ യോഗങ്ങൾ പോലെ, ആമേൻ, ഏതെങ്കിലും ചില പ്രബന്ധങ്ങളുടെ അവതരണങ്ങൾ പോലെയോ ആശയത്തിൻ്റെ വിളംബരങ്ങൾ പോലെയൊന്നുമല്ല. ഇതിനകത്ത് ശക്തി വ്യാപരിക്കുന്നു, ജീവിപ്പിക്കുന്ന ശക്തി, എഴുന്നേൽപ്പിക്കുന്ന ശക്തി, ഉറപ്പിക്കുന്ന ശക്തി, ആമേൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ശക്തി ഇതിനകത്ത് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ വിശ്വസിച്ചോ? ഈ ദിനങ്ങൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ആമേൻ. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. ഇനിയും പകരം. ഇന്ന് നിങ്ങൾ കിടക്കുന്നത് എല്ലാ അവസ്ഥകളിൽ നിന്നൊരു പകരം കർത്താവ് തരും. ഇന്ന് തീർന്നു പോയിരിക്കുന്നതിനെല്ലാം ഒരു വർധനവ് കർത്താവ് തരും. ഹല്ലേലൂയ. പ്രത്യാശയോടെ തുടരുക, ജീവിതം പ്രത്യാശയിൽ തുടരുക. എന്തുകൊണ്ടാണ് ഇത്രയും ആഴത്തിൽ നമ്മൾ കർത്താവിനെ പ്രത്യാശിക്കുന്നത്? ആ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പ്രത്യാശ ഇങ്ങനെ കെട്ടുപോകാതിരിക്കുന്നത്? ഈ പ്രത്യാശ ഇങ്ങനെ അണഞ്ഞു പോകാതിരിക്കുന്നത്? അതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവവചന ഭാഗം നമ്മൾ കാണുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ഞാൻ വായിക്കുന്നു. അത്രയുമല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ പ്രശംസിക്കുന്നു. വിശ്വാസം ഉണ്ടാകുന്നത് വചനത്താലാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, പ്രത്യാശ ഉണ്ടാകുന്നത് ജീവിതത്തിൽ വരുന്ന പല കഷ്ടങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയൊക്കെ പ്രത്യാശയ്ക്ക് വഴിമാറാൻ പോകുകയാണ്. എത്ര പേർ കാമ്യം പറയാം? നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയെല്ലാം പ്രത്യാശയ്ക്ക് വഴിമാറാൻ പോകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് പറഞ്ഞിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുകയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ആമേൻ. ഭയങ്കര ദുഃഖത്തോടായിരിക്കും നമ്മൾ പ്രാർത്ഥന മുറിയിലോട്ട് കയറുന്നത്. പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രത്യാശ കൊണ്ട് നിറയും. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. ലക്ഷങ്ങൾ കടഭാരവുമായിട്ടായിരിക്കും പ്രാർത്ഥന മുറിയിലോട്ട് കയറുന്നത്. എന്നാൽ ആ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് കോടികളുടെ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഉള്ള ധൈര്യമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. കാരണം ആ പ്രാർത്ഥന മുറിയിൽ നമ്മളിലേക്ക് പകരുന്ന അഭിഷേകം, ആ ദൈവ സാന്നിധ്യം, ആ ദൈവബന്ധം നമ്മെ മുമ്പോട്ട് പോകാൻ ശക്തി പകരും. നിങ്ങൾക്ക് ഒരു നിരാശയും ദുഃഖമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം നിങ്ങൾ പ്രാർത്ഥനയിലും കർത്താവുമായുള്ള ബന്ധത്തിൽ ഇച്ചിരി അകന്നു പോയതാണ് കേട്ടോ. പ്രാർത്ഥന എവിടെയോ കുറഞ്ഞു പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ കർത്താവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയതാണ് കേട്ടോ. ഇപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാൽ മതി. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. പ്രത്യാശ കൊണ്ട് അതിനെ നിറയ്ക്കും. പ്രത്യാശ കൊണ്ട് അതിനെ നിറയ്ക്കും. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്, ആ ജനം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നവരായിരുന്നു, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്ന് അവരെ ജീവിപ്പിച്ച് അസ്ഥികളെ സൈന്യമാക്കിയ കർത്താവ് നിന്റെ കർത്താവാണ്. ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ഇനി ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി വെളിപ്പെട്ട് വന്നപ്പോൾ, സ്തോത്രം, അസ്ഥികൾ സൈന്യമായി മാറി. അവർ ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റു. ഇന്ന് ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടന്നുകയറ്റം നിങ്ങളുടെ മേൽ വരാൻ പോകുകയാണ്. കാരണം നിങ്ങൾ തളർന്നിരിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾ ക്ഷീണിച്ചിരിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതം വളരെ പ്രത്യാശ നിറഞ്ഞതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ടറിയാം, ചിലർ എഴുന്നേൽക്കുകയാണ്, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്.
ആമേൻ ആമേൻ എല്ലാം തീർന്നു അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ആരെയെങ്കിലും എല്ലാം തീർന്നു ഇനി വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കർത്താവിനെ പറയത്തില്ലെന്നേ. യിരെമ്യാവിനോട് പറഞ്ഞ വാക്കിതാണ്, നീ ബാലൻ എന്ന് പറയരുത്, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. സ്തോത്രം. മോശയോട് പറഞ്ഞ വാക്കെന്താണ്? നീ വിക്കൻ എന്ന് പറയരുത്, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുക. സ്തോത്രം. ശമൂവേലിനോട് പറഞ്ഞ വാക്കെന്താണ്? നീ കുഞ്ഞതാണെന്ന് പറയരുത്, ഞാൻ നിന്നോട് വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുക. ജോശുവയോട് പറഞ്ഞ വാക്കെന്താ? നീ വൃദ്ധനെന്ന് പറയരുത്, ഇനിയും കോട്ടകൾ, ദേശങ്ങൾ, പട്ടണങ്ങൾ പിടിക്കാനുണ്ട്. പ്രായത്തിൻ്റെ പരിധി പറഞ്ഞോ, ബലഹീനതകൾ പറഞ്ഞോ, കഴിവില്ലെന്ന് പറഞ്ഞോ ഒന്നും നീ മാറി നിൽക്കരുത്. ഇന്നും കർത്താവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്താൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവ് ശക്തനാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജീവിതത്തിൽ എവിടെയോ പരാജയപ്പെട്ടു പോയി, ജീവിതത്തിൽ എവിടെയോ വീണുപോയി, ജീവിതത്തിൽ എവിടെയോ തകർന്നു പോയി, ഇനി ഇങ്ങനെ പോട്ടെന്ന് പറയരുത്. അവർക്കും കർത്താവ് നൽകുന്ന പ്രത്യാശയുടെ വാക്കുണ്ട്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ ഇനിയും ശക്തിയോടെ ഉപയോഗിക്കും. സ്തോത്രം. ഞാൻ നിന്നെ എൻ്റെ നാവായിട്ട് ഉപയോഗിക്കും. ഒരിടത്തും നീ തകർന്നു കിടക്കരുത്. ക്രിസ്ത്യ ജീവിതം പ്രത്യാശ നിറഞ്ഞതാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, നിങ്ങളുടെ മൂക്കിൽ നിന്ന് ജീവൻ പോകുവോളം, നിങ്ങളിന്ന് ജീവൻ നഷ്ടപ്പെടുവോളം നിങ്ങൾക്കിവിടെ പ്രത്യാശയോടെ ജീവിക്കാം. അവസാന ശ്വാസം വരെയും പ്രത്യാശ നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം. കൈകളെ ഉയർത്തി നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജീവൻ ഉള്ളിടത്തോളം നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. അടുത്തൊരു വാക്ക് ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു പാപി ഉള്ളിടത്തോളം കാലം, ഒരു രോഗി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ട്. താങ്ക് യു ജീസസ് ലോർഡ്. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല? ആ ദൂതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നുവല്ലോ. എന്താ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുകയാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്താ നമുക്ക് നിരാശ വരാത്തതിൻ്റെ കാരണം? എന്താ നമുക്ക് ദുഃഖം വരാത്തതിൻ്റെ കാരണം? എന്താണ് നമ്മൾ പ്രത്യാശയിൽ നിൽക്കുന്നതിൻ്റെ കാരണം? അതിനൊറ്റ കാര്യമാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം. ഓരോ സെക്കൻഡും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർക്കെല്ലാം പ്രത്യാശയാണ്. ദൈവത്തിൻ്റെ സ്നേഹം രുചിക്കുന്നവർക്കെല്ലാം ആമേൻ നാളുകളെ നോക്കി ആനന്ദമാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ നിരാശപ്പെടാത്തതിൻ്റെ കാരണം ഓരോ ദിവസം മഴ പോലെ, നമ്മളിവിടെ പാടിയതുപോലെ മഞ്ഞ് പോലെ ആമേൻ നമ്മളിലേക്ക് അവൻ്റെ കൃപയും അവൻ്റെ കരുണയും അവൻ്റെ ദയയും അവൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മുടെ അടുക്കൽ വന്ന് പറയുന്ന വാക്കെന്താ? ധൈര്യമായിരിക്കുക, ബലത്തോടിരിക്കുക, ശക്തിയോടെ മുമ്പോട്ട് പോകുക. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നിങ്ങളുടെ മേൽ ചെയ്യുന്നൊരു കാര്യം സ്നേഹത്തെ പകരുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ അറയ്ക്കപ്പെട്ടവരോ വെറുക്കപ്പെട്ടവരോ ത്യജിക്കപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ ഒന്നുമല്ല. നിങ്ങൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലവും നിങ്ങൾ തിരിച്ചറിയുന്ന അളവിൽ ദൈവത്തിൻ്റെ സ്നേഹങ്ങൾ നിങ്ങളിലേക്ക് പകരും കർത്താവ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വാക്ക് കർത്താവിനെ പറയുമ്പോൾ എൻ്റെ ഒരു വചനം കൂടെ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരികയാണ്. നിങ്ങൾ തിരിച്ചറിയുന്ന അളവിൽ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആമേൻ. നിങ്ങൾ തിരിച്ചറിയുന്ന അളവിൽ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നുള്ള ചിലരെ വരുത്തും, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് ആമേൻ അറിയുവാനും സംഗതി വരുത്തും.
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പല കാര്യങ്ങളിലൂടെ പ്രൂവ് ചെയ്യിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ദിനങ്ങളിൽ അങ്ങനെ ചിലത് നിങ്ങൾ കാണാൻ പോകുക. കർത്താവിന് എന്നോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന അളവിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പോവുക, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ പോവുക, നിങ്ങളുടെ ശുശ്രൂഷയിൽ ചെയ്യാൻ പോവുക. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ സഭയ്ക്കകത്ത് ചെയ്യാൻ പോകുകയാണ്, നിങ്ങളുടെ പ്രത്യേക കൂട്ടായ്മയ്ക്കകത്ത് ചെയ്യാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളോട് സ്നേഹിക്കുന്നു എന്ന് ചില തെളിവുകളെ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. എത്ര പേർ കൈകളെ ഉയർത്തി ആ ദൈവത്തെ സ്തുതിക്കുന്നു? നമ്മൾ നിരാശപ്പെടാത്തതിൻ്റെ കാരണം ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹത്തെ നമ്മളിലേക്ക് പകരുകയാണ്. ഞാൻ എൻ്റെ യേശുവുമായിട്ട് അടുത്ത് ചെല്ലുമ്പോഴല്ല, ഞാൻ എൻ്റെ യേശുവുമായിട്ട് കൂടെ ഇരിക്കുമ്പോഴല്ല, അവൻ എന്നെ നോക്കി പറയുന്ന വാക്കുകൾ എത്ര സ്നേഹത്തിൽ നിറഞ്ഞതാണ്, എത്ര സ്നേഹത്തിൽ കുതിർന്നതാണ്. അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല, മടുത്തിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ലോകത്തിൽ രസിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുമ്പോൾ വീണ്ടും മുൻപോട്ട് പോകാനൊരു കുതിപ്പ് എൻ്റെ മേൽ വരികയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ആ സ്നേഹം പകരുമ്പോൾ പ്രത്യാശയാൽ നിറയ്ക്കുകയാണ്. ഒരൊറ്റ വാക്ക് നിങ്ങൾക്ക് തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ വചനം നിങ്ങൾ കേട്ട് ഒരാശീർവാദം പോലെ ആ ദൂത് ഏറ്റെടുത്താട്ടെ. സ്തോത്രം. റോമാലേഖനം, ആമേൻ, റോമാലേഖനത്തിലൊരു വാക്യം അത് നിങ്ങളെ കാണിച്ച് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, അതിൻ്റെ 13-ാമത്തെ വാക്യം. ആ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രത്യാശ നൽകുന്ന ദൈവം, പ്രത്യാശ നൽകുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ആമേൻ. ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി തരികയാണ്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനം കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ അകത്ത് പ്രത്യാശയാൽ ദൈവം നിറയ്ക്കാൻ പോകുകയാണ്.